നമസ്കാരം സർ. നമസ്കാരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് തികയാണ്. സത്യത്തിൽ അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഇപ്പോഴും നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയും അല്ലാതെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, അറിയാൻ ശ്രമിക്കുന്ന ആളുകളാണ് നമ്മൾ. ഇപ്പോഴും പല പദ്ധതികളും നടപ്പായിട്ടില്ല എന്നാണ് സർക്കാരിന് നേരെയുള്ള ആരോപണം ഉയർന്നു വരുന്നത്. ഇതിൽ വാസ്തവമുണ്ടോ എന്നാണ് എൻ്റെ ആദ്യത്തെ സംശയം. അതായത് ഇപ്പം എത്ര സമയമായി? ഒരു വർഷം കഴിഞ്ഞു, 365 ദിവസം കഴിഞ്ഞു. ഇത് സംഭവം 365 ദിവസം മുമ്പ് നടന്ന കേരളത്തിലെ ഏറ്റവും വലിയ വൻ ദുരന്തമാണ്. ഒരു മല മൊത്തത്തിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് അർദ്ധരാത്രി അവിടെയുള്ള വീടുകളും ജനങ്ങളെയും മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം കൂടെ ഒറ്റയടിക്ക് അടിച്ചു കൊണ്ടുപോയതാണ്. അവരെ കണക്ക് പറയും 268 പേരായിട്ട് മരിച്ചിട്ടുള്ളൂ എന്നാണ്, 298 പറയുന്നത്. യഥാർത്ഥത്തിൽ 298 പേരല്ല മരിച്ചത്, 2000-ഓളം പേർ മരിച്ചിട്ടുണ്ട്. അതിന് കാരണം ഞാൻ അവിടെ പോയി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുവുമായിട്ട്, മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുവുമായി ഞാൻ സംസാരിച്ചു. മുണ്ടക്കയത്തും പുഞ്ചരിമറ്റത്തും അതേപോലെ ചൂരൽമലയിലും ഒക്കെ തന്നെ എത്ര പേര് താമസിച്ച് എത്ര വീടുകളുണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ നമ്പർ ഇടാത്ത വീടുകളും നമ്പർ ഇട്ട വീടുകളുണ്ട്. കൂടാതെ അവിടെ ഈ എന്താണ് തൊഴിലാളികൾ, അതിഥി തൊഴിലാളികളാണ് ഉള്ളത്. അവർ വരുന്നത് എസ്റ്റേറ്റുകൾ ഉള്ളത് കൊണ്ടാണ് ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും അങ്ങനെയുള്ള ഭാഗങ്ങൾ, ആസാമിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്നിട്ടാണ് ജോലി എടുക്കുന്നത്. കണക്കിൽപ്പെടാത്ത 1000-ഓളം ഈ അതിഥി തൊഴിലാളികളുണ്ട്. കൂടാതെ നമ്പർ ഇടാത്ത വീടുകളുണ്ട്. നമ്പർ ഇട്ട വീടുകളുടെ കണക്ക് മാത്രമാണ് ഗവൺമെൻറ്റിന് മുന്നിലുള്ളത്. അതിൽ പ്രകാരമാണ് 298 പേരെ മരിച്ചു എന്നും 180-ഓളം അത്ര ആളുകളെ കാണാനില്ല എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെയുള്ള സംഭവത്തിൽ ശരിക്കും എക്സാക്ട്ലി 2000-ഓളം പേർ മരിച്ചിട്ടുണ്ടെന്ന് ഞാൻ അദ്ദേഹവുമായി നടന്ന വളരെ ഡീറ്റെയിൽ ആയി കണക്കെടുത്ത് ഞാൻ അന്ന് തന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടുള്ളതാണ്. മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് മേപ്പാടി ഈ പഞ്ചായത്തിലെ ഈ സ്ഥലങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാൾ. അദ്ദേഹത്തിന് വള്ളി പുള്ളിയില്ലാതെ ഓരോ സ്ഥലത്തെയും ജനസംഖ്യയും ജനങ്ങളെയും ഒക്കെ അറിയാവുന്ന ഒരാളാണ്. എന്നാൽ ഗവൺമെൻറ് ഇന്നേ വരെ അങ്ങനെ ഒരു കണക്ക് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ അന്നേ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നത്. 2, ഈ സംഭവം നടന്നിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അർദ്ധരാത്രി പുലർക്കാലാവുമ്പോഴേക്കെല്ലാം ഒഴുകിപ്പോയി. വീടും മൃഗങ്ങളും മരങ്ങളും എന്തൊക്കെയുണ്ടോ ഒറ്റയടിക്ക് ഒഴുകിപ്പോയി. അത് ഒഴുകിപ്പോയിട്ട് ചാലിയാർ പുഴയിൽ കൂടെ ഒഴുകി എവിടെ എത്തി? കടലിലെത്തിക്കഴിഞ്ഞു. നമുക്കിനി ഒരിക്കലും തിരിച്ച് കിട്ടില്ല. കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ ആയിട്ട് കിട്ടിയെങ്കിൽ അത് അടിച്ചു മിന്നായം പോലെയാണ് പോവുക. അത് അങ്ങനെ കുത്തൊഴുകി വരികയല്ലേ. നമുക്ക് ചിന്തിക്കുന്ന രൂപത്തിലുള്ള വേഗതയിലല്ല അത് വന്നത്. അപ്പം അവിടെയുള്ള മല ഇങ്ങോട്ട് ഇടിഞ്ഞു വന്നിട്ട് ജനങ്ങളെ അടക്കം ഒന്നിച്ച് വീടും ജനങ്ങളെല്ലാം കൂടിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് മരണനിരക്ക് തന്നെ കള്ളമാണ്. 2, ഗവൺമെൻറ് അത് പ്രഖ്യാപിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ദുരന്തം. അന്ന് എത്ര കോടി രൂപ പിരിച്ചു പറയാം? അതിൻ്റെ അകത്തേക്ക് എത്ര കോടി കിട്ടി? 740 കോടിയോളം രൂപ പിരിഞ്ഞ് കിട്ടി. ഇവിടെ കണക്ക് പ്രകാരം തന്നെ ഒരു ഏകദേശം ഒരു 50% വീടുകളും ജനങ്ങളും മരിച്ചുപോയി. അപ്പോൾ അത്രയും വീടുകാർക്ക് എന്തെങ്കിലും കൊടുക്കണോ? വേണ്ട. ബാക്കി വീട് ഉള്ള ആൾക്ക് 400-ഓളം അല്ല 500-ഓളം പേർക്കാണ് കൊടുക്കേണ്ടതായിരിക്കുക. ഈ 500 പേർക്ക് 740 കോടി രൂപ പിരിച്ച് കിട്ടിയില്ലേ? 1 കോടി രൂപ അന്നേനെ കൊടുത്തിരുന്നെങ്കിൽ ഓരെവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കില്ലേ? ഒരു വീട് തൽക്കാലം വാങ്ങാനും 10, 25, അവിടേക്ക് 25, 30 ലക്ഷം രൂപയ്ക്ക് ആവറേജ് ഒരു സ്ഥലം വീടും കൂടി ഉണ്ടാക്കാൻ പറ്റും അവർക്ക്. അവർ പോയി എവിടെയെങ്കിലും പോയി പുനരധിവാസം നടത്തുമായിരുന്നു. അവരന്ന് മുതൽ ജീവിക്കാൻ പറ്റാതെ, അവരെ ജീവിക്കാൻ പറ്റാത്ത ഒന്ന് അവർ പല പരിക്കുകളും പറ്റിയുള്ള ആൾക്കാർ. 2, അവർക്ക് താമസിക്കാൻ സൗകര്യമില്ല, ജോലിയെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കേണ്ട ഗവൺമെൻറ് ഈ പണം ഉപയോഗിച്ചത് ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ശവക്കുഴി കുഴിക്കാൻ എത്ര രൂപയാണ് ചിലവൊക്കെ അറിയോ? 10,000 രൂപയാണ് ഒരു ശവക്കുഴി കുഴിക്കാൻ. ഒരേ സമയത്ത് 10ഉം 200ഉം ആളുകളെ സംസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ 298 പേര് അവരെ കണക്കിൽപ്പെട്ട ആളുകളെ സംസ്കരിക്കുമ്പോൾ എത്ര പൈസ വരും? ഒന്നിന് മാക്സിമം 2,000-3,000 രൂപ. എത്ര കമ്മീഷൻ കിട്ടി? 70%. ഇപ്പോൾ 70% വരെ അടിച്ചെടുത്തു. ഇതേപോലെ തന്നെ അവിടെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തത് 195 കോടി രൂപയാണ്. അവർ എന്ത് ചെയ്തു? ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആരേതാണ്? CPM-ൻ്റെതാണ്. മുമ്പൊക്കെ ഊരാളുങ്കൽ സൊസൈറ്റി നല്ല രൂപത്തിൽ പ്രവർത്തിച്ച ഒരു സംഭവമാണ്. ഇപ്പം അതല്ല. ഇവരെ ഫണ്ട് അപ്പം തന്നെ അടിച്ചു മാറ്റുന്ന ഒരു സംഭവം മാത്രമാണ്. അതായത് കമ്മീഷൻ അടിച്ചു മാറ്റുക. 740 കോടിയിൽ 200 കോടി അവർ കൊണ്ടുപോയി.
അവർ എന്തു ചെയ്തു എന്നുള്ളത് ഇന്നേ വരെ ആരും കണക്കും കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല. ആ ഒരു ടെൻഡർ വിളിക്കാതെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓരോ കാര്യങ്ങളിലും നമുക്കറിയാം അന്ന് ധാരാളം പല സംഘടനകളും മുന്നിട്ടിറങ്ങി അവിടെ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും വൈറ്റ് ഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതൃത്വത്തിലുള്ള സംഘടന അവിടെ ഭക്ഷണം എല്ലാവർക്കും ഫ്രീ ആയി വിതരണം ചെയ്തിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ KMCC നേതൃത്വത്തിൽ ആ ഫണ്ട് കിട്ടിയിരുന്നു. വരുന്നവർക്കൊക്കെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഫ്രീ ആയിട്ട് അന്ന് ഭക്ഷണം കൊടുത്തിരുന്നു. വലിയ സേവനം നടത്തി. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് അവരെ അടിച്ചോടിച്ചു. എന്നിട്ടോ ഇവരെ കണക്കിൽ കൂടെ പൈസ തട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അവിടെ പരിപാടി തുടങ്ങി. ഇതേപോലെ ഈ കോൺഗ്രസ്, ലീഗ്, അതേപോലെ കർണാടക ഗവൺമെൻറ്, രാഹുൽ ഗാന്ധി ഇവരൊക്കെ ഓഫർ ചെയ്തിരുന്നു വീടുണ്ടാക്കാന്നുണ്ട്. അവർക്ക് എന്ത് വേണം? സ്ഥലം അറേഞ്ച് ചെയ്ത് കൊടുക്കണം. സ്ഥലം അറേഞ്ച് ചെയ്ത് കൊടുത്താൽ അവരെന്നെ നിർമ്മിക്കുകയാണെങ്കിൽ എന്നോ ഒരു 4-5 മാസം കൊണ്ട് അതിൻ്റെ പണിയും കഴിഞ്ഞ് സ്വസ്ഥമായി അവർക്ക് ജീവിക്കാനുള്ള വീടായി കഴിഞ്ഞിരുന്നു. പിന്നെ അവർക്ക് ജോലിയാണ്, സ്ഥിരമായൊരു വരുമാനമാണ്. അവിടെ അതേപോലുള്ള എന്തെങ്കിലും പദ്ധതികളും തുടങ്ങി ഇവർക്ക് വരുമാനം ഉണ്ടാകുന്നൊരു മാർഗം കൂടി കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ വീട് പണി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു വീടിൻ്റെ പണിയാണ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി എന്ന് പറയുന്നത് കൽപ്പറ്റയിൽ. അതിന് ഒരു 64.6 ഹെക്ടർ സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഇപ്പം പണി തുടങ്ങിയിരിക്കുന്നത്. ആ പണി തുടങ്ങിയ സ്ഥലത്ത് ഇനിയിപ്പം ഡിസംബറിലാണ് വെച്ചിരിക്കുന്നത്. ഡിസംബർ കഴിഞ്ഞാൽ അവർക്ക് ഇലക്ഷൻ കണക്കൂട്ടിയിട്ട് 3 മാസമല്ലേ ഉള്ളൂ. ആ ഇലക്ഷന് വേണ്ടിയിട്ട് 1.25 കൊല്ലത്തോളം നീട്ടിയിട്ടാണ് അവർ ഈ പരിപാടി നടത്തുന്നത്. ഒരു ഗവൺമെൻറ് ചേർന്നതാണോ ഇത്? പണം കയ്യിലുണ്ട്. ആ പണം കൃത്യമായി ഇങ്ങനെയൊക്കെ ആവാതെ ഈ 1.25 കൊല്ലം അവരെങ്ങനെ ജീവിച്ചു എന്ന് പിണറായി വിജയൻ ചിന്തിച്ചിട്ടുണ്ടോ? അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. പശുക്കളെ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, കൂടപ്പിറപ്പുകളെ നഷ്ടപ്പെട്ടു, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു, കൃഷി നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവർ. അപ്പോൾ അവരെ പണം കൈ കിട്ടിയിട്ടും പിണറായി വിജയൻ ഇതുവരെ ചെലവഴിക്കാനോ അത് കൃത്യമായിട്ട് അവർ സംവിധാനങ്ങൾ ഒരുക്കി അവരെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കണ്ടമാനം പൈസ ചിലവാക്കിയിട്ടുണ്ട്. അവിടെ ഈ പരിപാടി നടത്തുന്നതിനുള്ള പബ്ലിസിറ്റി, അതാണ് പ്രധാനമായി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അവസാനം ഇന്നിപ്പോൾ മാതൃകയായിട്ട് ഒരു വീടിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ആര്? ദേശാഭിമാനി. ആപ്പാടൊരു വീടാണ് പണി പൂർത്തിയായിട്ട് പുറമെ കാണിക്കുന്നത്. ഉള്ളിൽ എന്താ പണി കഴിഞ്ഞോ നമുക്കറിയില്ല. ഇന്നത്തെ ദേശാഭിമാനി എടുത്തു നോക്കൂ. ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ എന്താ കാണിക്കുന്നത്? ഒരു വീട്, ഒരു കുട്ടി. ഈ കുട്ടി ആരാ? നമ്മുടെ മോദി വന്നിട്ട് എടുത്ത് താലോലിക്കുന്ന രംഗം. ഈ കുട്ടിയുടെ ഫോട്ടോ അന്ന് വലിയ വൈറലായതാണ്. കൊഞ്ചിക്കുന്ന രംഗം. ആ അപകട സ്ഥലത്ത് പോയി മോദി അവിടെ കയറിയിട്ട് കുഞ്ഞിനെ താലോലിച്ചു എന്നുള്ളതെങ്കിലും ഉണ്ട്. അദ്ദേഹം ഇവിടെ വന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ് 5 പൈസ എന്നൊരു കൊടുത്തിട്ടില്ല. ഇങ്ങനെയൊരു മഹാദുരന്തം ഇന്ത്യയിൽ ഉണ്ടായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. കേരള ഗവൺമെൻറ് എന്താണ്? പണം കിട്ടിയിട്ട് അത് ചെലവഴിച്ചിട്ടില്ല. അപ്പം ഇതാണ് അവിടുത്തെ സ്ഥിതി. മൊത്തത്തിലുള്ള അവിടെയുള്ള ജനങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് അതീവ ഗുരുതരമാണ്, ദയനീയമാണ്. ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ എത്ര പേര് മരിച്ചു എന്നറിയാമോ? ഭക്ഷണമില്ലാതെ, താമസിക്കാൻ സൗകര്യമില്ലാതെ, മാനസികമായി തകർന്ന് എത്ര പേര് മരിച്ചു. നമ്മുടെ സഹോദരങ്ങളല്ലേ, നമ്മുടെ സഹോദരിമാരല്ലേ, ഇവിടെ കുട്ടികളല്ലേ? അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ ഗവൺമെൻറ്റിനില്ലേ? മഹാദുരന്തം ഉണ്ടായപ്പോൾ അവരെ കയ്യിൽ നേട്ടം പിണറായി വിജയൻ്റെ വീട്ടു നേട്ടം എടുത്തിട്ടാണോ അത് കൊണ്ടുകൊടുക്കേണ്ടത്? അങ്ങനെ ഒരു മഹനീയ കൃത്യമല്ലല്ലോ ഇവിടെ ഉണ്ടാവുന്നത്. പിണറായി വിജയൻ കോടാനുകോടി രൂപ സമ്പാദിച്ച് വിദേശത്ത് എത്തിച്ചു കഴിഞ്ഞു. സർ, ഇതിൽ ടൗൺഷിപ്പ് പദ്ധതിക്ക് 298 ആളുകളാണ് ഉണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് 63.78 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി ഫണ്ടിൽ നിന്ന്. വീടിന് പകരം തുക സ്വീകരിച്ചവർ 104 കുടുംബങ്ങളുണ്ട്. അവിടെയാണ് ഏറ്റവും പ്രധാനം. 15 ലക്ഷം വീതം കൊടുത്തിരിക്കുന്നത്. ഈ 400 പേർക്ക് 1 കോടി രൂപ വീതം കൊടുത്തിരുന്നെങ്കിൽ 15 ലക്ഷം കൊണ്ട് എന്താക്കാനാ? ഈ പൈസ കിട്ടി വേറെ പിണറായി വിജയന് ഹെലികോപ്റ്റർ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയാണത്. 740 കോടി റുപ്യനകത്ത് 15 ലക്ഷം രൂപ കിട്ടുന്ന മേടിക്കുക. 13.52 കോടി രൂപ അതിനായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. ഉപജീവന മാർഗങ്ങൾക്കായിട്ട് അവിടെ ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ 12.15 ലക്ഷം രൂപയോളം ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. അത് 1-2 വീഡിയോ ഈ ഒരു സമയത്ത് കാണാനിടയായ ആളുകൾക്ക് 1 ലക്ഷം രൂപയോളം കിട്ടിയെന്ന് പറയുന്നത്. ഒരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക് പോലും പൈസ കൊടുത്തിട്ടുണ്ട്. വാടിപ്പെടാത്തവർക്ക് കൊടുത്തു എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ്. സത്യാവസ്ഥ അത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം യൂത്ത് കോൺഗ്രസും ഇതിൻ്റെ ഒരു
ചെറിയൊരു മറയിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഫണ്ട് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത് ഇന്നും കൈരളിയും ദേശാഭിമാനി പോലുള്ള സൈറ്റുകൾ അത് ഇന്നും വാർത്തയാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അത് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്: ബിരിയാണിയും പായസവും വെച്ച് ചലഞ്ച് നടത്തി, പണം എവിടെ പോയെന്ന് മാത്രം അറിയില്ല, ഇത് തട്ടിപ്പിന്റെ യൂത്ത് കോൺഗ്രസ് മോഡൽ എന്നാണ് കൈരളി അതിന് കൊടുത്തിട്ടുള്ളത് വാർത്ത. 88 അതിന് രാഹുൽ മാങ്കൂട്ടം കൊടുത്ത ഒരു മറുപടി ഒന്ന് കാണാം നമുക്ക്. ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ മാർഗം ഒന്ന് കാണാം. സർക്കാരിന് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ പിരിച്ച പൈസ, ആ പൈസ എന്ത് ചെയ്തു, അതിനൊരു സുതാര്യത വേണ്ടേ? അതിനകത്ത് സുതാര്യതയുടെ കുറവിനെ പറ്റി അങ്ങേക്ക് എന്തെങ്കിലും ആശങ്കയുണ്ട് എങ്കിൽ ഞാനും അങ്ങയും കൂടി ഇരിക്കുന്ന രീതിയിൽ അങ്ങേ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ തയ്യാറാണ്. വിവിധ പണസമാഹരണ പദ്ധതി നടപ്പിലാക്കി, പലരും ഇത് അടച്ചിട്ടില്ല. അടച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഇന്ന മണ്ഡലം അടച്ചിട്ടില്ല എന്നുള്ളതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള തെളിവ് അങ്ങ് പറയും. ഏത് മണ്ഡലമാണ് പറയും? അങ്ങ് പറയും. പലത് പറയാതെ ജനറലൈസ് ചെയ്യാതെ അങ്ങ് പറയൂ. ദേവികുളം മണ്ഡലം കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്, അവർക്ക് സമാഹരിച്ച പൈസ അവർ അടച്ചിട്ടുണ്ട്. ഇനി അടുത്ത മണ്ഡലം പറയൂ. ദേവികുളം മണ്ഡലം അടച്ച പൈസയുടെ കണക്കും അല്ലല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇടതുപക്ഷക്കാർ ബോധപൂർവമായിട്ട് ഇതിനകത്തൊരു അവ്യക്തത വരുത്താൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങ് പറയൂ. ദേവികുളം മണ്ഡലം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അധിക്കുന്നത് ദേവികുളം മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് പരാതി അങ്ങനെയുണ്ടോ? പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ പണത്തിന്റെ എന്ത് രേഖയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അപ്പൊ അങ്ങ് പറയുന്നത് സുതാര്യതയില്ലായ്മ എന്ന് പറഞ്ഞു. അങ്ങേക്ക് ചോദ്യം ചോദിക്കാം. അങ്ങ് സുതാര്യതയില്ലായ്മ എന്ന് പറയുമ്പം അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സുതാര്യതയില്ലായ്മയെ പറ്റി പുറത്തു നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലും പറയുന്നത് ഞാൻ ചോദിക്കുന്നത് വ്യക്തമായ കണക്ക്. ഞാൻ ഇതുപോലൊരു മാധ്യമ സമ്മേളനം നടത്തുമ്പോഴാണ് മുഴുവൻ മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞത് ഇതാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അങ്ങ് മാതൃഭൂമിയുടെ റിപ്പോർട്ടറല്ലേ? പത്തനംതിട്ട ജില്ലയിലെ മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണ് ആ കണക്ക് വെരിഫൈ ചെയ്ത്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ മതി. ഓരോ അസംബ്ലി കമ്മിറ്റികളും ഓരോ എത്ര രൂപ വീതം അടച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത്. പരസ്യമായി പറഞ്ഞ ഒരാളുടെ പേര് പറയും. അല്ല പരസ്യമായി പറഞ്ഞു അല്ല ഞാൻ പറയട്ടെ. അതല്ല മാധ്യമ അല്ല അപ്പൊ അത് രഹസ്യം കേൾക്കാം. സഹോദരൻ ഒന്ന് പറയട്ടെ. അല്ല പ്രിയപ്പെട്ട സുഹൃത്ത് ഒന്ന് പറയട്ടെ. അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പലരും പരസ്യമായും രഹസ്യമായും പറഞ്ഞു. പരസ്യമായി പറഞ്ഞതാണെങ്കിൽ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്. ശരി, അങ്ങയോട് രഹസ്യമായി പറഞ്ഞു, അതാണല്ലോ അതിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇനി അതിനെപ്പറ്റി ഞാൻ പറയാം. സംഘടനയ്ക്കകത്ത് ഇപ്പോൾ എടുത്ത നടപടികളെ പറ്റിയിട്ടാണല്ലോ അങ്ങ് ചോദിക്കുന്നത്. സംഘടനയ്ക്കകത്ത് എടുത്ത നടപടികൾ എന്താണ്? എന്ത് നടപടികളാണ് സംഘടനയ്ക്കകത്ത് എടുത്തത്? പണം സമാഹരിക്കാൻ കഴിയാത്ത കമ്മിറ്റികൾ പണം പിരിച്ചു വെട്ടിച്ചു എന്നുള്ളതല്ല സംഘടനയ്ക്കകത്തുള്ള ആരോപണം. സംഘടനയ്ക്കകത്തുള്ള പ്രശ്നം എന്താണ്? അതായത് ഓരോ അസംബ്ലി കമ്മിറ്റിക്കും മണ്ഡലം കമ്മിറ്റിക്കും കൊടുത്ത ടാർഗറ്റുകൾ അത് ഫുൾഫില്ല് ചെയ്യാൻ പറ്റാത്ത ചില കമ്മിറ്റികളുണ്ട്. അത്തരം കമ്മിറ്റികൾ ഇടുക്കിയിലും ഉണ്ട്. അവർക്ക് കൊടുത്ത ടാർഗറ്റ്, അവർക്ക് നിശ്ചയിച്ചിരുന്ന ടാർഗറ്റ് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ കമ്മിറ്റികളുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള സുതാര്യതയില്ലായ്മയോ വെട്ടിപ്പോ അല്ല, അതവർക്ക് സമാഹരിക്കാൻ കഴിയാഞ്ഞതാണ്. അതൊരു സംഘടനാപരമായ വീഴ്ച എന്ന നിലയിലാണ് നമ്മൾ നടപടികൾ. ഇതിൽ എവിടെ എങ്ങനെ ഏതെങ്കിലും ഒരു തെളിവ് കൊടുക്കാൻ ഇതുവരെ ആരും തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ തോതിലുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, ഗൂഢാലോചന. കാരണം കേരളത്തിൽ പിണറായി സർക്കാർ ഏറ്റവും അധികം പേടിക്കുന്ന ഒരാളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടൻ. കാരണം അയാൾ കടന്നു കയറി അറ്റാക്ക് ചെയ്യണം ഗവൺമെൻറ്റിനെ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ ലൈംഗിക പീഡന പരാതി, ഗർഭിണിയാക്കി, ഗർഭചിത്രം നടത്തി, പീഡിപ്പിച്ചു, എന്നിട്ട് കേസ് നിന്ന് രക്ഷപ്പെട്ടു പറഞ്ഞൊരു കഥയുണ്ടാക്കി അവസാനം നാറിയിരിക്കുകയാണ് സർക്കാർ. അതിൽ കുടുങ്ങിയിട്ടില്ല രാഹുൽ മാങ്കൂട്ട. തിരിച്ചടി കിട്ടിയപ്പോൾ ദേശാഭിമാനി വാർത്ത പോലും അവർ പിൻവലിക്കേണ്ടി വന്നു, പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. അതേപോലെ ഞാൻ അടുത്ത ഒരു സംഭവമായിട്ട് വരികയാണ്. അല്ല, ഇത് ഇതിന് മുമ്പ് തന്നെ ഉണ്ട് ഈ വിവാദം. ആണെങ്കിൽ തെളിവ് പുറത്തു വിടുമ്പോഴല്ലേ നമുക്ക് സത്യാവസ്ഥ വരുമ്പോഴല്ലേ. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പറഞ്ഞ കാര്യം, നിങ്ങൾ തെളിവുമായിട്ട് വാ, ഞങ്ങളെ കണക്കിതാ, ഞങ്ങള് പത്രക്കാരുടെ മുമ്പിൽ ഞങ്ങൾ എല്ലാ കണക്കുമായിട്ട് ഞങ്ങൾ മുന്നിലേക്ക് വരികയാണ്, ഞങ്ങൾക്ക് ഒളിപ്പിച്ച് വെക്കാനൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. ഗവൺമെന്റിന്റെ കണക്കോ? ഈ ഗവൺമെന്റ് ചെയ്ത ഇതെന്താണ്? ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച തുകയുടെ ഒരു വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കണക്കുകളാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 220 ആളുകൾക്കാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. 4.23 കോടി രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. അടിയന്തര ധനസഹായം 1036 ഗുണഭോക്താക്കൾക്ക് കൊടുത്തു. 51.8 പിന്നെ അടുത്തത് മൃതദേഹം സംസ്കരിച്ചതിന് 174 ഇത് 17.40. ഒരു മൃതദേഹം കുഴിച്ചിടുന്നതിന് 10,000 സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞു 10,000 രൂപ. 174 പേര് വഴി 17.45 കോടി രൂപ ചെലവായി കഴിഞ്ഞു അല്ലെ? എത്ര?
17 40 കോടി രൂപ അല്ലേ? ലക്ഷം. ലക്ഷം 174 പേര് 10,000 വെച്ചിട്ട്. അതായത് ഒരാൾക്ക് 10,000 രൂപ വെച്ചിട്ടാണ് മൃതദേഹം സംസ്കരിക്കുക. എങ്ങനെയാണ് വരുന്നത്? ഒരു കുഴി ഒടിക്കാൻ 10,000 രൂപ. പിണറായി വിജയൻ അതിനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് 10,000 രൂപ മതിയാവും. 2 ലക്ഷം 2 ലക്ഷം. ഈ പാവപ്പെട്ടവരെ ഇതിന് വേണ്ടിയിട്ട് 10,000 രൂപ ചിലവാക്കി എന്ന് പറഞ്ഞാൽ അവിടെ ചന്ദനത്തിൻ്റെ എന്തെങ്കിലും കഷ്ണം കൊണ്ടുവച്ചിട്ടുണ്ടോ സംസ്കരിക്കുമ്പോൾ? എന്ത് തെമ്മാടുത്തലാണ് കാണിക്കുന്നത്? എന്തെങ്കിലും എഴുതിയെടുക്കുകയാണ്, എല്ലാം എഴുതിയെടുക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ പണമൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് വാങ്ങണ്ടേ? അതാണ് ചെയ്യുന്നത്. നമ്മൾ ഗവൺമെൻറ്റിനെതിരെയുള്ള ഗവൺമെൻറ്റിനത് ഇതാണ് ദേശീയ ദുരന്തമല്ലേ? ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്തത്തിന് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ. മറ്റുള്ളവർ ഇവരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവരങ്ങനെ എന്നുള്ളത് അല്ലല്ലോ ചോദ്യം. ഗവൺമെൻറ് എന്ത് ചെയ്തു നമ്മളുടെ ചോദ്യം. ഒരു കൊല്ലായി ഈ പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യണം? ആരാണ് നോക്കേണ്ടത്? ഈ സംഘടനകളാണ്. ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ? ഗവൺമെന്റ് ചെയ്ത കണക്കുകളാണ് സർ ഞാൻ ഈ കണക്ക് വെച്ചാൽ മതി. അവര് വീടായോ? ഇല്ല. വീടായി കഴിഞ്ഞോ? ഇല്ല. ഈ പണം എന്ത് ചെയ്തു? പണം കയ്യിലില്ലേ? ഉണ്ട്. എന്തുകൊണ്ട്? 119.87 കോടി രൂപ ഇപ്പോൾ ദുരിതബാധിതർക്ക് സർക്കാർ നൽകി കഴിഞ്ഞു എന്നാണ് ദേശാഭിമാനി പത്രത്തിൽ ഇന്ന് വന്ന ഒരു വാർത്ത. 119 കോടി രൂപ ഇതിനകം കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ വാർത്ത. അതിന്റെ തട്ടിപ്പാണ് ഞാൻ പറഞ്ഞത്. ഈ കൃഷി നശിച്ചവർക്ക് വരെ 19 ലക്ഷം രൂപ അങ്ങനെ ചെലവഴിച്ചു. അതുപോലെ വീട്ടുവാടക ഇനത്തിൽ 3.97 കോടി രൂപയാണ് പറഞ്ഞത്. പക്ഷേ വിവരാവകാശ പ്രകാരം 4.3 കോടിയാണ്. അതെങ്ങനെ കണക്കുകൾ അങ്ങനെ? അതായത് ഞാൻ അതിനുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത്. അവിടെ ഇത് ബാധിച്ച ഇപ്പം കുറേ വീടുകൾ ഒഴുകിപ്പോയി. വീട് ആളുമില്ല, അർത്ഥമില്ല. പിന്നെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ബാക്കി പൈസ ചിലവാക്കേണ്ടത്. 401 വീടുകളാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ 401 പേർക്കാണ് വേണ്ടത് അല്ലേ? 600 പേരായിരിക്കാം. ഈ 600 പേർക്കും ഓരോ കോടി വീതം കൊടുത്താൽ എന്തായി? ഒരു സുഖമായിട്ട് വീട് എവിടെയും മേടിക്കുകയോ താമസിക്കുകയോ ഒക്കെ ചെയ്തോളില്ലേ? അവർക്ക് വരുമാനവുമായി, എന്തെങ്കിലും കച്ചവടം തുടങ്ങാൻ അതുമായി. അവർക്ക് സ്വസ്ഥമാകാമായിരുന്നോ? പണം കയ്യിലില്ലേ? പിന്നെ എന്തിനാണ് ഈ പൈസയും വെച്ചിരുന്നത് ഇത്രയും കാലം? ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം മുതൽ ഇങ്ങോട്ടുള്ളവരുടെ ജീവിതം എന്താണ്? താമസിക്കാൻ സ്ഥലമുണ്ടോ? അവർക്ക് ഭക്ഷണത്തിന് മാർഗമുണ്ടോ? പിന്നെ അവർക്ക് ജോലി ഉണ്ടോ? കുട്ടികളെ വിദ്യാഭ്യാസം നടത്തണ്ടേ? പിന്നെ ഓരോ രോഗികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ? ഈ 1 കോടി പേർക്ക് കൈ കിട്ടിയ പൈസ ഓരോരുത്തർക്കും വിധിച്ച് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് സുഖമായിട്ട് അതിൻ്റെ എല്ലാം കഴിയും. പിണറായി യാത്രാ സൗകര്യങ്ങൾ പോലും ഒരുക്കാത്തൊരു രീതിയിലാണ് ഒരു തരത്തിലും ഒരു വസ്തു അവിടെ നടന്നിട്ടില്ല അതുവരെയായിട്ട്. ആ സന്ദർഭത്തിൽ ഇവർക്ക് അന്നേ ഇങ്ങനെ വിഭജിച്ച് പൈസ കിട്ടി കൊടുത്തിരുന്ന അവരെവിടെയും പോയി വയ്ക്കും. അവരെവിടെയെങ്കിലും ഒരു ജോലി കണ്ടെത്തിക്കോളും. അവരെവിടെയെങ്കിലും സ്വസ്ഥമായിട്ടുള്ള കാര്യങ്ങൾ നീക്കിക്കോളും. ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്. കൈ പൈസ ഇല്ലേ? ഇത് ഗവൺമെൻറ്റിൻ്റെ പൈസ അല്ലല്ലോ, നാട്ടുകാർ നമ്മളെപ്പോലുള്ള ആളുകൾ കൊടുത്ത പൈസ അല്ലേ? ആ പൈസ കൃത്യമായി അവർ ഉപയോഗിക്കണ്ടേ? അപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു വസ്തു ആയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം അവിടെ നിന്ന് വന്ന പേര്. കാരണം വീട് വെച്ചെടുത്തിട്ടുണ്ടോ? ഇല്ല. ഇനി എത്ര കാലം എടുക്കണം? ഡിസംബർ മാസമാണെന്നാണ് പറഞ്ഞത്. ഡിസംബർ ആകുമ്പോഴേക്ക് വീടിൻ്റെ പണി തീരുമെന്നാണ് പറഞ്ഞത്. തീരുമെന്ത് ഉറപ്പ്? അപ്പോൾ എത്ര കാലമായി? ഈ 1 കൊല്ലകാലം എങ്ങനെ ജീവിക്കണം അവർ മനുഷ്യരല്ലേ? മനുഷ്യരല്ലേ? മനുഷ്യരോടുള്ള ഒരു പെരുമാറ്റമാണോ പിണറായി വിജയൻ കാഴ്ചവെക്കുന്നത്? അദ്ദേഹത്തിന് ചികിത്സിക്കാൻ അമേരിക്കയിലേക്ക് പറക്കുന്നില്ലേ? അതേ സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കണ്ടേ? ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് വന്ന ആളല്ല. അയാൾ രാജാവായിട്ട് ജനിച്ച ആളൊന്നല്ലല്ലോ, ആണോ? അല്ല. അങ്ങേര് തെങ്ങ് ചെത്തുകാരൻ കോരൻ്റെ മകനായിട്ട് തന്നെ ജനിച്ച് 5 പൈസ ഇല്ലാതെ ഗതിയില്ലാത്ത ഒരാളായി നിന്ന് വന്നിട്ട് ഇപ്പോൾ കോടീശ്വരനായി സ്വന്തം മക്കൾക്ക് കോടാനുകോടി രൂപ വിദേശത്ത് എത്തിച്ച് സുരക്ഷിതമാക്കിയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ സാധാരണക്കാരുടെ ഒരു പ്രശ്നം, വലിയ ദുരന്തമുണ്ടായപ്പോൾ അതിന് എന്ത് പരിഹാരം ചെയ്തു? 1 കൊല്ലം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ഒന്നും എത്തിയില്ല. ഇതാണ് അവിടുത്തെ അവസ്ഥ.